ഗ്രേപ്സ് IDMR എന്നുള്ള സോഫ്റ്റ്വെയർ ഒരു ഹൈബ്രിഡ് ആർക്കിടെക്ചർ പ്ലാറ്റ്ഫോം സോഫ്റ്റ്വെയർ ആണ്. പലപ്പോഴും അത് തിരിച്ചറിയാതെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ കംപ്ലീറ്റ് അതിന്റെ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഹൈബ്രിഡ് പ്ലാറ്റ്ഫോം ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമുക്ക് ഡെസ്ക്ടോപ്പ് വെർഷനിൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമുക്കൊരു പേഷ്യന്റിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പിൽ ഫയൽ മുമ്പ് വെച്ചിരുന്ന സ്ഥലത്ത് വെച്ച് യൂസ് ചെയ്യാവുന്ന ഒരു സംവിധാനം. അതേസമയം തന്നെ മൊബൈലില് അതിന്റെ മറ്റൊരു വെർഷൻ ഉണ്ട്. അത് ഇതിന്റെ കൂടെ കണക്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് നമ്മുടെ ഇതിലേക്ക് എത്തുന്നുണ്ട്. IPMRലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ മോണിറ്റേഴ്സ് ഉൾപ്പെടെ ICU മോണിറ്റേഴ്സ് തുടങ്ങി വെന്റിലേറ്റർ തുടങ്ങി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാവിധ ഇലക്ട്രോണിക് ഡേറ്റ ഹാൻഡിൽഡ് എക്വിപ്മെന്റ്സിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഡേറ്റ അക്വയർ ചെയ്ത് ഡോക്ടർക്ക് ഫാസ്റ്റർ ഇൻഫർമേഷൻ തരാനുള്ള സംവിധാനമുണ്ട്. ഒരു ലാബ് റിസൾട്ട് ലാബ് മെഷീനിൽ എടുത്ത് റോ ഡേറ്റ ആയി കഴിയുമ്പോൾ തന്നെ ഹൈ അലർട്ട് വാല്യൂ ആണെങ്കിൽ ട്രീറ്റിംഗ് ഡോക്ടറെ അലർട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത് അപ്രൂവലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ഇൻഡിക്കേഷൻ അവിടെ എത്തിയിരിക്കും. അത് അൺഅപ്രൂവ്ഡ് ആണെന്നുള്ള ഇൻഫർമേഷനോട് കൂടി. സോ അത് അപ്രൂവൽ കഴിയുമ്പോൾ കൺഫേം ആയി കഴിഞ്ഞു. ആ രീതിയിൽ ഇതൊരു കണക്റ്റഡ് പ്ലാറ്റ്ഫോം ആണ്. അങ്ങനെ കണക്റ്റഡ് പ്ലാറ്റ്ഫോം ആകുന്നത് കൊണ്ട് നമുക്ക് വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. നേരത്തെ പറഞ്ഞ വോയിസ് ടു ടെസ്റ്റിന് വേണ്ടി നമ്മൾ മെഡിക്കൽ ട്രാൻസ്ക്രിപ്റ്റേഴ്സിനെയൊക്കെ നേരത്തെ ഉപയോഗിച്ചിരുന്നത് ഇന്ന് സോഫ്റ്റ്വെയറിൽ തന്നെ അവൈലബിൾ ആണ്. ഗ്രേപ്സിൽ പലപ്പോഴും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇമ്മീഡിയറ്റ് ഇമേജ് ക്യാപ്ചറിങ് ഉണ്ട്. പുറത്തുനിന്ന് ഒരു പേഷ്യന്റ് ഒരു എക്സ്റേ ഫിലിം കൊണ്ടുവന്നു. നമ്മൾ ഇവിടുത്തെ എക്സ്റേ ആണെങ്കിൽ ഗ്രേപ്സിൽ ആൾറെഡി കിട്ടുന്നുണ്ടാവും. ഡോക്ടേഴ്സിന് ഡെസ്ക്ടോപ്പിൽ കമ്പ്യൂട്ടറിൽ അത് കാണാൻ പറ്റും. നിങ്ങളുടെ മൊബൈലിൽ കാണാം. അവരുടെ പേഷ്യന്റ് ആപ്പ് മൊബൈലിൽ അത് കാണാൻ പറ്റും. അതുകൊണ്ട് ഫിലിം കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. അവർക്കൊരു സെക്കൻഡ് ഒപ്പീനിയനോ അതിനടുത്ത് പോകുമ്പോൾ പോലും അവർക്ക് ആ ഫിലിം അവരുടെ മൊബൈലിൽ അവൈലബിൾ ആയി. അത്തരത്തിൽ ആൾറെഡി കണക്റ്റഡ് ആണ്. പക്ഷെ പുറത്തെടുത്ത ഒരു എക്സ്റേ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഡോക്ടർ അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ ജി ആപ്പിൽ കൂടെ ക്യാപ്ചർ ചെയ്ത് ഫയലാക്കി അകത്ത് വെക്കാൻ പറ്റും. മീൻസ് എക്സ്റ്റേണൽ എക്സ്റേയും നമ്മളുടെ ഡേറ്റയിൽ തന്നെ ക്യാപ്ചേർഡ് ആയതുകൊണ്ട് നാളെ വീണ്ടും അവർ എക്സ്റേ ഫിലിമുമായിട്ട് വരേണ്ട ആവശ്യമില്ല. ഇനി പേഷ്യന്റിന് തന്നെ വീട്ടിൽ വെച്ച് അത്തരത്തിലൊരു സംവിധാനം ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് വെച്ച് അവിടെ പേഷ്യന്റ് ആപ്പിൽ കൂടെ ആ എക്സ്റ്റേണൽ റിസൾട്ടുകളെ ക്യാപ്ചർ ചെയ്ത് വെക്കാനും അത് ഡോക്ടർക്ക് ഡോക്ടർ ജി എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പിൽ അവൈലബിൾ ആകാനും ഉള്ള സംവിധാനമുണ്ട്. സോ അത്തരത്തിൽ അവൈലബിൾ ആകുന്നത് കൊണ്ട് തന്നെ ആ ഇൻ ബിറ്റ്വീൻ നമുക്ക് മിസ്സാകാവുന്ന ഇൻഫർമേഷൻസ് മിസ്സാകാതിരിക്കാനായിട്ട് ഈ ഹൈബ്രിഡ് ആർക്കിടെക്ചർ ഓഫ് പ്ലാറ്റ്ഫോം നമ്മളെ സഹായിക്കും. ഏകദേശം സോഫ്റ്റ്വെയറിന്റെ ആർക്കിടെക്ചറിനെ കുറിച്ച് ഞാനന്ന് സൂചിപ്പിച്ചപ്പോൾ ഡോക്ടർമാർക്ക് അധികം താല്പര്യമില്ലാത്തതും എന്നാലും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഉപയോഗമുള്ളതുമായ ഒരു കാര്യം ഞാൻ പറയാം. ഇത് വർക്ക് ചെയ്യുന്ന ഹൈബ്രിഡ് പ്ലാറ്റ്ഫോമിലും കൂടെയാണ്. അതായത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഡേറ്റാസ് നമ്മളെ ഇവിടുത്തെ സെർവറിനെ തന്നെ ഒരു ക്ലൗഡ് സെർവറായിട്ട് അസൈൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഹോസ്പിറ്റൽ പെർമിറ്റ് ചെയ്തിരിക്കുന്ന അത്രയും ഇൻഫർമേഷൻസ് നമ്മൾ ഔട്ട്സൈഡ് ഓഫ് ഹോസ്പിറ്റൽ ആയിരിക്കുമ്പോഴും കാണാൻ പറ്റും. പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ഒരു പേഷ്യന്റ് ICUയിൽ അഡ്മിറ്റഡ് ആണ്, ക്രിട്ടിക്കലാണ്. പക്ഷെ നമുക്കൊരു പ്രൈവറ്റ് ആവശ്യമുണ്ട് മറ്റൊരു സ്ഥലത്ത് പോകേണ്ടത്. പേഷ്യന്റ് ഇവിടെ കിടക്കുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ പോകാതിരിക്കാൻ നമുക്ക് പലപ്പോഴും പറ്റത്തില്ല. കാരണം ആൾവേസ് ഏതെങ്കിലും ക്രിട്ടിക്കൽ പേഷ്യന്റ് ഒരു ഡോക്ടർക്ക് ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ BSA എന്ന് പറഞ്ഞ ആപ്പ് ഓൺ ആയിരുന്നാൽ മാത്രം മതി. ഓപ്പൺ ആക്കേണ്ട ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് ഉള്ളതാണ്. നമുക്ക് പുറത്തായിരിക്കുമ്പോഴും ഇവിടെ അവരുടെ വാല്യൂ ഒരു ക്രിട്ടിക്കൽ ഐഡന്റിഫിക്കേഷൻ ഉണ്ടായാൽ അലർട്ട് ചെയ്യും. വൈറ്റൽസിൽ ഒരു സഡൻ വേരിയേഷൻ ഉണ്ടായാൽ അലർട്ട് ചെയ്യും. നമുക്ക് ആ ട്രാവലിംഗിൽ തന്നെ നമ്മുടെ മൊബൈലിൽ കൂടെ പുതിയ റെക്കമെൻഡേഷൻസ് നേഴ്സസിന് കൊടുക്കാൻ പറ്റും. ഇമ്മീഡിയറ്റ് ആയിട്ട് നേഴ്സിംഗ് സ്റ്റേഷനിൽ വിസിബിൾ ആകും. നേഴ്സസ് അതനുസരിച്ച് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടോ ഇല്ലയോ, ആ ടൈം അത് കീപ്പ് ചെയ്തിട്ടുണ്ടോ എന്നതെല്ലാം മൊബൈലിൽ അവൈലബിൾ ആകും. ഇല്ല എങ്കിൽ നമുക്ക് വിളിച്ച് കൺഫേം ചെയ്യാം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നില്ല. സോ അതിന് അവിടെ അന്നേരം ഡ്യൂട്ടിയിലിരിക്കുന്ന നേഴ്സിന്റെ മൊബൈൽ നമ്പറോ കോൺടാക്ട് നമ്പറോ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. ആ പേഷ്യന്റിനെ ക്ലിക്ക് ചെയ്ത് ട്രീറ്റിംഗ് നേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ നമ്പറിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ഡയലിംഗ് പോകും. ആ രീതിയിൽ ഇത് ഇന്റർ കണക്റ്റഡ് ആണ്. സോ അതാണ് ഈ ഒരു ഹൈബ്രിഡ് ആർക്കിടെക്ചർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്.